എം ലോറൻസിന്റെ പൊതുദർശനത്തിനിടെ ഉണ്ടായ കയ്യേറ്റത്തിൽ പരാതി നൽകി ആശ ലോറൻസ്. സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പരാതി. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, വിവരങ്ങൾ. രോഹിണി, എം ലോറൻസിന്റെ പൊതുദർശനം നടന്ന ടൗൺ ഹാളിൽ നിന്നും ആശ ലോറൻസിനെയും മകനെയും മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്കിടെയാണ് ഇവർക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. CPM വോളണ്ടിയർമാരും CPM പ്രവർത്തകരും അടങ്ങുന്ന വലിയൊരു സംഘം കയ്യേറ്റം നടത്തി. ആ കയ്യേറ്റത്തിൽ തങ്ങൾക്ക് മർദ്ദനത്തിൽ പരിക്കുകളേറ്റു, ശാരീരിക അവശതകളുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ആശ ലോറൻസ് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ CPM ജില്ലാ സെക്രട്ടറി MN മോഹനൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്, പരാതി നൽകുന്നുണ്ട്. CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് CPM വോളണ്ടിയർ തങ്ങൾക്ക് നേരെ മർദ്ദനം നടത്തിയത്, അക്രമം നടത്തിയത് എന്നുള്ള കാര്യമാണ് ഈ പരാതിയിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. തങ്ങളെ പിടിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിനിടെ മകന്റെ കഴുത്തിന് ചേർത്ത് പിടിച്ചുകൊണ്ട് പരിക്കേൽപ്പിച്ചു. തുടർന്ന് തങ്ങൾ രണ്ടുപേരും നിലത്ത് വീണതിന് ശേഷവും ബലപ്രയോഗത്തിൽ കൂടെ മാറ്റുന്നതിനിടയിലും മർദ്ദനമുണ്ടായെന്നാണ് പറയുന്നത്. ML സജീവൻ, ഒപ്പം സഹോദരി ഭർത്താവ് ബോബൻ എന്നിവർക്കെതിരെയും പരാതിയിൽ പറയുന്നുണ്ട്, പരാതി നൽകിയിട്ടുണ്ട്. ഈ 3 പേർക്കെതിരെയും വിശദമായ തങ്ങളുടെ ശാരീരിക അവശതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത്. ഈ ML ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ ആശ ലോറൻസിനെയും മറ്റ് 2 മക്കളെയും ML സജീവനെയും സജിതയും അടക്കമുള്ള 3 മക്കളെയും ആശുപത്രി അധികൃതർ ഇന്ന് ഇവരുടെ വാദം കേൾക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമായിരിക്കും പ്രിൻസിപ്പലിന്റെ റൂമിൽ പ്രത്യേക ചർച്ച നടക്കുക. ഇതിനുവേണ്ടി ആശുപത്രിയിലെ വിവിധ വകുപ്പ് തലവന്മാരുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റിയാണ് 3 മക്കളുടെയും അവർക്ക് പറയുന്നതിനുള്ള വാദങ്ങൾ കേൾക്കുക. അനാട്ടമി നിയമപ്രകാരം ഈ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കാനാണ് ഹൈക്കോടതി പ്രിൻസിപ്പലിനെ, കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടമെന്നോളം ആണ് ആശ ലോറൻസ് ഉൾപ്പെടെയുള്ള 3 മക്കളെയും വിളിച്ചുകൊണ്ട് വാദങ്ങൾ കേട്ടുകൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. ഇതിൻ്റെ ഒരു അന്തിമ തീരുമാനം പിന്നീട് ഹൈക്കോടതിയെ അറിയിക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് നൽകണോ എന്ന തീരുമാനത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തന്നെയാണ് എം ലോറൻസിന്റെ മൃതദേഹമുള്ളത്. മോർച്ചറി സൂക്ഷിച്ചിരിക്കുകയാണ്. ആശ ലോറൻസ് ആണ് എതിർപ്പ് അറിയിച്ചിരിക്കുന്നത്. പല കാര്യങ്ങളിലും ആശ ഇങ്ങനെ മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പിൽ പല വാദമുഖങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് രേഖാമൂലം എവിടെയും എം ലോറൻസ് എഴുതി വെച്ചിട്ടില്ല. അടുത്തയിടയ്ക്കിറങ്ങിയ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ പഠനത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളൊന്നുമില്ല. തങ്ങളുടെ നേതാവ് ഒരു നിരീശ്വരവാദിയായിരുന്നു എന്നുള്ള പ്രതിച്ഛായ നിലനിർത്തുന്നതിന് വേണ്ടി CPM സ്വന്തം ഇഷ്ടപ്രകാരം ആശ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് കൂടിയാലോചനകൾ നടത്താതെ എടുത്ത തീരുമാനമാണ് ഇത്. മാത്രവുമല്ല, വിവാഹം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും മതപരമായ ചടങ്ങുകൾ പ്രകാരമാണ് എം ലോറൻസ് ജീവിച്ചിരുന്നപ്പോൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ മരണശേഷവും എം ലോറൻസിന്റെ മൃതദേഹം സംസ്കരിക്കേണ്ടത് ക്രിസ്ത്യൻ ആചാരപ്രകാരം തന്നെയായിരിക്കണമെന്നാണ് ആശ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദങ്ങളിൽ പ്രധാനം. ഒപ്പം ഈ രേഖാമൂലം എഴുതി വെച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇത് നുണയാണ് മറ്റു മക്കൾ പറയുന്നത്. മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകാമെന്നുള്ള വാദം നുണയാണ്. അങ്ങനെ ഒരു താല്പര്യം പിതാവ് പ്രകടിപ്പിച്ചിട്ടില്ല എന്നുമാണ് ആശ ലോറൻസ് പ്രധാനമായും വാദമായിട്ട് പറയുന്നത്. ഇന്ന് ഈ ആശ ഉൾപ്പെടെയുള്ള 3 മക്കളുടെയും വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക. കമ്മിറ്റിയും അതിനുവേണ്ടി പ്രത്യേകം രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും ഉണ്ടാകും. ഇനി അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമല്ല ഉണ്ടാകുന്നതെങ്കിൽ ആശ ലോറൻസ് കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.